മലയാള ഗാനശൃംഖലയിലെ ഏറ്റവും പ്രമുഖനായ ഗായകനെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. ഭാവ ഗാനരംഗത്ത് വ്യത്യസ്തമായ തലത്തിൽ ഗാനങ്ങൾ ആലപിച്ച ഒരു വിശ്വകലാകാരനായിരുന്നു ജയൻ. മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ നിരവധി പ്രാവശ്യം നേരിൽ കാണുന്നതിന് സംസാരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി കേൾക്കുന്നതിനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. മന്ത്രിയായതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ അംഗീകരിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പിൽ ജെ.സി. ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കോവിഡിൻ്റെ ഒരു പ്രധാന പ്രയാസമേറിയ ഘട്ടത്തിലാണ് ചേട്ടൻ നേരിട്ടെത്തി പുരസ്കാരം ഏറ്റുവാങ്ങി. ഒട്ടേറെ പാട്ടുകൾ അദ്ദേഹം എന്നോട് ആലപിക്കുന്നു. നമ്മുടെ സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭകളായി ഗാനരംഗത്ത് നമ്മൾ പറയപ്പെടുന്ന യേശുദാസും ജയചന്ദ്രനും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച രണ്ട് മഹാവ്യക്തികളാണ്. അദ്ദേഹം നൽകിയ സേവനങ്ങൾ, സംഭാവനകൾ ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ട മനസ്സിലായ കാര്യം ഹൃദയശുദ്ധിയുള്ള, വളരെ എളിമയുള്ള, എല്ലാവരുടെയും മുമ്പിൽ വളരെ പുഞ്ചിരിയോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ചില ചടങ്ങുകളിലും അദ്ദേഹത്തിനൊപ്പം ഞാൻ പങ്കെടുത്തു. നല്ല ആത്മബന്ധമായിരുന്നു പിന്നീട് ഞാനും അദ്ദേഹവുമായിട്ട്. പല സന്ദർഭങ്ങളിലും പല ആവശ്യങ്ങൾ ഉയർത്തി അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കാനും നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ഗാനശൃംഖലയിൽ ബഹുമാന ചേട്ടൻ നൽകിയ സംഭാവനകളെ, അതിൻ്റെ സംഭാവന പകരം വെക്കാൻ മറ്റൊരാൾ ഉണ്ടാകാത്ത തരത്തിലാണ് അദ്ദേഹം ഗാനരംഗത്ത് സംഭാവന നൽകിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സിനിമാ രംഗത്ത്, ഗാനരംഗത്ത് പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ അംഗീകാരങ്ങളും കൊടുക്കാൻ കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ബഹുമതിയോടും കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളെയും സംഭാവനകളെയും ഈ അവസ്ഥ ഓർത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിന് വേണ്ടിയുള്ള അനുശോചനവും ദുഃഖവും ഈ അവസ്ഥ അറിയിക്കാൻ